ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ 50 നോമ്പിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം വരുത്തേണ്ടത് ആവശ്യമാണ്. വിശുദ്ധ ജോയൽ പ്രവാചകൻ 2-ാം അധ്യായം 13-ാം തിരുവചനം: നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്, നിങ്ങളുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് മടങ്ങുവിൻ, എന്തെന്നാൽ അവിടുന്ന് ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്, ശിക്ഷ പിൻവലിക്കാൻ സദാ സന്നദ്ധനുമാണ്. നമ്മളെല്ലാവരും 50 നോമ്പിന്റെ ഒരുക്കങ്ങളിലൂടെ കടന്നു പോവുകയാണ്. നമ്മളോട് വചനം പറയുന്നത് നമ്മളുടെ വസ്ത്രമല്ല ഹൃദയമാണ് കീറേണ്ടതെന്നാണ്. ഹൃദയത്തില് ഒരു പരിവർത്തനം നമുക്ക് ആവശ്യമാണ്. വളരെ ചിന്താ പ്രാധാന്യമുള്ള ഒരു തിരുവചനമാണിത്. നമ്മൾ നോമ്പുകാലത്ത് മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുക പതിവാണ്. പക്ഷേ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അനുനിമിഷം നമ്മുടെ ഹൃദയത്തിന്റെ പരിവർത്തനമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അവിടേക്കാണ് ദൈവത്തിന്റെ കൃപയും കരുണയും ഒഴുകി ഇറങ്ങുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാം തിരുവചനം: നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ, ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. ഇന്ന് നമ്മളെല്ലാവരും കടന്നു പോകുന്നത് ലോകസുഖങ്ങളിൽ, ലോകമോഹങ്ങളിൽ മുഴുകിയാണ്. ആ മുഴുകലിൽ നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ മുഖം മറന്നു പോവുകയാണ്. വചനം പറയുകയാണ്, മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ, ദൈവഹിതം തിരിച്ചറിയുവിൻ, നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്ന് വിവേചിച്ചറിയുവിൻ. നമ്മുടെയൊക്കെ ജീവിതത്തില് ഈ വിവേചനം വളരെയധികം ഇന്ന് കുറവാണ്. ദൈവഹിതം തിരിച്ചറിയുവാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് ഈ നോമ്പുകാലത്തിലൂടെ പോകുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. പഴയതിനെയെല്ലാം പുറന്തള്ളി പുതുമയിലേക്കുള്ള ഒരു പ്രയാണമാണ് ഓരോ നോമ്പും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 58-ാം തിരുവചനത്തിൽ വചനം ഇപ്രകാരം പറയുന്നുണ്ട്: യേശു പറഞ്ഞു, കുറുനരികൾക്ക് മാളങ്ങളും ആകാശപ്പറവകൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രനെ തലചായ്ക്കാൻ ഇടമില്ല. അതെ, നമ്മുടെയൊക്കെ ഹൃദയത്തിന്റെ അവസ്ഥയും ഇതുതന്നെയാണ്. പലതരം പക്ഷികള് നമ്മുടെയൊക്കെ ഹൃദയത്തില് കൂടുകൂട്ടിയിരിക്കുകയാണ്. വൈരാഗ്യം, അഹങ്കാരം, പ്രതികാരം ഒക്കെ നമ്മുടെ ഹൃദയത്തിലുണ്ട്. ഇതിനെയൊക്കെ ആട്ടിപ്പായിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഈശോയ്ക്ക് വസിക്കാൻ ഒരു ഇടം കൊടുക്കണം. നമ്മുടെ ഹൃദയവാതിൽക്കൽ ഈശോ വന്ന് മുട്ടുന്നുണ്ട്. പക്ഷേ ആരും ആ വാതിൽ തുറക്കാൻ തയ്യാറാകാതെ പിന്തിരിഞ്ഞു നിൽക്കുകയാണ്. എല്ലാ വഴക്കുകളും പിണക്കങ്ങളും കലഹങ്ങളും സ്പർദ്ധയും വൈരാഗ്യവും പ്രതികാര ചിന്തയും ദ്രവ്യാസക്തിയും ജഡികാസക്തിയും ഒക്കെ മാറ്റി ഈ നോമ്പില് നമുക്കൊരു പുതിയ മനുഷ്യനായി രൂപപ്പെടാൻ നമുക്ക് പരിശ്രമിക്കാം. അതിന് നമ്മൾ ഒത്തിരി പരീക്ഷണങ്ങളിലൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു പോകേണ്ടി വരും. ഒത്തിരി കൃപ നമുക്ക് വേണം. ആ അവസ്ഥകളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ആ ഈശോയ്ക്ക് വസിക്കാൻ, ആ ഈശോയ്ക്ക് ഒരു വലിയ സ്ഥാനം കൊടുക്കണം. ആ കുരിശിലേക്ക് നമ്മുടെ എല്ലാ ബലഹീനതകളും ചേർത്ത് വെച്ച് നമുക്ക് തറയ്ക്കാം. 2 കോറിന്തോസ് 5-ാം അധ്യായം 17-ാം തിരുവചനം: ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, പുതിയത് വന്നു കഴിഞ്ഞു. അതെ, ഈ നോമ്പുകാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഹൃദയ പരിവർത്തനം വരുത്തി ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാകാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. നമ്മുടെ ചിന്തകള്, നമ്മുടെ പ്രവൃത്തികള് എല്ലാം അപ്രകാരം നമുക്ക്
രൂപപ്പെടുത്താം. വിശുദ്ധ അഗസ്ത്യൻ പറയുന്ന ഒരു വാചകമുണ്ട്: പലരും ദൈവത്തോട് നിലവിളിക്കുന്നു, പക്ഷേ ആത്മാവിന്റെ ശബ്ദത്താലല്ല, ശരീരത്തിന്റെ ശബ്ദത്താലാണ്. ഹൃദയത്തിന്റെ നിലവിളി അത് ആത്മാവിൽ നിന്നാണ്, അത് ദൈവത്തിൽ എത്തിച്ചേരുന്നു. അതെ, ആത്മാവിൽ നിലവിളിച്ചുകൊണ്ട് ഒരു പുതുമയുള്ള മനുഷ്യരാകാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. നമ്മുടെ എല്ലാ അസ്വസ്ഥതകള്, നമ്മുടെ എല്ലാ തെറ്റായ ചിന്തകള്, നമ്മുടെ എല്ലാ ബലഹീനതകള് നമുക്ക് ആ കുരിശിലേക്ക് ചേർത്തു വെച്ചുകൊണ്ട് നമുക്ക് ഈശോ സഹിച്ച ആ പാടുപീഡകളിലേക്ക് നമുക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഈശോയോട് പ്രാർത്ഥിക്കാം: ദൈവമേ, ഒരു പുതുഹൃദയം എനിക്ക് നൽകണമേ എന്ന്. ആമേൻ.